അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അടിപൊളിയാണ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ മാങ്ങച്ചാറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ. ഇത് നമ്മളെ തണ്ണിമത്തൻ്റെ തോല് വെച്ചിട്ടാണ് കേട്ടോ. ഇനി തണ്ണിമത്തന് കഴിക്കുമ്പോൾ ആരും അതിൻ്റെ തോല് കളയല്ല, ഇതിൻ്റെ തോല് വെച്ചിട്ട് നമുക്ക് കുറേ റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. വെച്ചിട്ട് അച്ചാർ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉപ്പേരി വെക്കലുണ്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട്, പിന്നെ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ വെള്ളരിക്ക കുമ്പളങ്ങൊക്കെ വെക്കുമ്പോൾ പച്ചക്കറി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിന് പടവലങ്ങൻ്റെ ടേസ്റ്റാട്ടോ പച്ചക്കറി വെക്കുമ്പോൾ. അച്ചാർ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്, തണ്ണിമത്തനാന്ന് തോന്നുകയല്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ആ പുറം ഭാഗത്തുള്ള പച്ച തോല് ഭാഗമല്ലേ, അതങ്ങ് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. എന്നിട്ട് ആ ഉള്ളിലത്തെ കാമ്പ് മാത്രമാണ് വേണ്ടത്. പിന്നെ ഉള്ളിലത്തെ ആ ചോപ്പ്, വത്തക്കൻ്റെ ആ ചോപ്പ് കുറച്ചൊക്കെ അതിന്മേൽ നിന്നാലും കുഴപ്പമില്ല, കൂടുതലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് കളയാം. എന്നിട്ട് ഈ പീസസൊക്കെ നമ്മൾ മാങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കും പോലെ, അച്ചാറിന് മാങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, അതേപോലെ ചെറുതായിട്ട്, അധികം കട്ടി കുറച്ചിട്ടല്ലാണ്ട് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് സ്ക്വയറായിട്ട് മുറിച്ചിട്ടെടുക്കാം. തണ്ണിമത്തന് വേവിച്ചെടുക്കൂല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുക. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ തുടച്ച് കളയണം. എനിക്കിത് അരിഞ്ഞപ്പോൾ എൻ്റെ കൈപ്പിടിയിൽ ഒരു 3 കൈപ്പിടിയോളം തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് ഇതിൽ പറയണത്. നിങ്ങൾക്ക് കുറച്ചാണ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളകൊക്കെ കുറച്ചിട്ടെടുത്താൽ മതി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വെക്കുക. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം തണ്ണിമത്തൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 1-1.5 മിനിറ്റോളം ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഓവറായിട്ട് സ്റ്റീം ചെയ്യരുത്. ഒരു 1-1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ, നല്ല തിളച്ച വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ ഒരു 1-1.5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇതൊരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലിട്ടിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ തുടച്ചെടുക്കണം. നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ടിഷ്യൂ ആയാലും മതി, നല്ല കട്ടിയുള്ള ടിഷ്യൂലൊക്കെ ഇട്ടിട്ട് തുടച്ചെടുത്താലും മതി. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഇതേപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വെള്ളം ഒപ്പിയിട്ടെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് തന്നെ ഉലുവയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നല്ല നൈസായിട്ട് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അച്ചാറിൻ്റെ സ്മെല്ല് വന്ന്. ഇനി നമുക്ക് വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കുക. ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടോ. ഈ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഈ അച്ചാറിൽ കുറച്ചും കൂടി നല്ല കളറ് കിട്ടും. സാധാ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവുണ്ടാവും, പക്ഷേ കളറ് കിട്ടില്ലല്ലോ. ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് സുറുക്കയാണ് കേട്ടോ. എന്താ വെച്ചാൽ തണ്ണിമത്തന് പുളിവ് അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം സുറുക്ക അത്യാവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ സുറുക്ക ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സുറുക്ക ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തപ്പോൾ ഇതിലേക്ക് പാകമായിട്ട് വന്നിട്ടോ. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ പൊടിക്കാതെ സാധാ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി സുറുക്ക, 1 ടേബിൾ സ്പൂണും കൂടി സുറുക്ക ആഡ് ചെയ്യുന്നുണ്ട്, വിനെഗർ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാല ഒക്കെ എല്ലായിടത്തും, ഈ സുറുക്കയിൽ എല്ലായിടത്തും പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തണ്ണിമത്തനിലേക്ക് ഈ മസാല ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യാം. നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തനിലേക്ക് ഇപ്പം ഉണ്ടാക്കിയ മസാല അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നു. ചൂടണിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കയ്യിലായാലും സ്പൂണായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അച്ചാർ വേഗത്തിൽ ചീത്തയായി പോകാൻ
സാധ്യത ഉണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ കയ്യിലോ എന്തായാലും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിത് നേരത്തെ ഇട്ട ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ പാകം നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച കടുക് ഉലുവയില്ലേ, ആ പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തന്നെ അച്ചാറിൻ്റെ സ്മെല്ല് വന്നിട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം. ഇത് സെറ്റ് ആവണമെന്നൊന്നുമില്ല. എന്താ വെച്ചാൽ ഈ തണ്ണിമത്തനൊക്കെ സ്റ്റീം ചെയ്ത കാരണം അപ്പം തന്നെ കഴിക്കാൻ റെഡിയായി. പിന്നെ 2-3 ദിവസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല അതിലൊക്കെ മസാല എരിവൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചോളൂ. പക്ഷേ ഇവിടെ തീരെ ക്ഷമയില്ലാത്ത കാരണം ഞങ്ങൾ അപ്പം തന്നെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതെടുത്തിട്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ട് വെക്കാം. ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലാണ് എടുത്തത് കേട്ടോ. ഇതിൽ ബോട്ടിലായാലും അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം വേണം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് നല്ല ഈസി ആയിട്ടുള്ള അച്ചാറല്ലേ. നമ്മൾ സാധാരണ തണ്ണിമത്തൻ്റെ തോലൊക്കെ കളയൂലേ, ഇനി ആരും കളയണ്ട. ഇതേപോലെ കറി, ഉപ്പേരി, അതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്ക് കേട്ടോ. നമുക്ക് നല്ല പൊള്ളിയാണിത്. ഞാൻ 100% ഉറപ്പ് തരാം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. നമുക്ക് അച്ചാർ കുറേ ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ അതിലേക്ക് കുറച്ചൊരു നല്ലെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം അച്ചാർ എടുക്കുമ്പോഴും നനവില്ലാത്ത സ്പൂൺ വേണം കേട്ടോ ഇടാൻ. പിന്നെ ഒരിക്കലും നമ്മൾ സ്റ്റീലിൻ്റെ ഒന്നും സ്പൂൺ അച്ചാറിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ തന്നെ സ്പൂണിൻ്റെ കളറ് മാറൂലേ, അത് നമ്മളെ വയറിനും കേടാണ്. ഒരിക്കലും അച്ചാറിൽ സ്പൂൺ ഇട്ട് വെക്കരുത് കേട്ടോ. മാഷാഅല്ലാ, അച്ചാർ അടിപൊളിയായിട്ട് വന്നിട്ട് നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ സക്സസ് ആകുമ്പോഴല്ലേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നമ്മളെ കൊതിപ്പിക്കുന്ന സ്മെല്ലാണ്. നമുക്ക് ചോറിൻ്റെ കൂടായാലും കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ അച്ചാറാണ് കേട്ടത്. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. പിന്നല്ലേ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടത് കുഞ്ഞുമത്തി, അതേപോലെ തന്നെ ഈ 4 മണി പലഹാരം അതൊക്കെ ഇട്ടത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം തുടർന്നും. ഇങ്ങനെ നിങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു തരുമ്പോൾ നല്ല സന്തോഷം തോന്നുക കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഈ അച്ചാറും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സക്സസ് ആണിത് 100%. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.